ഹോളിവുഡിൽ മാത്രമല്ല മലയാളത്തിലും മികച്ച ഹൊറർ സിനിമകൾ റിലീസായിട്ടുണ്ട്. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട 10 മലയാളം ഹൊറർ സിനിമകൾ ഏതൊക്കെയെന്നാണ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ചക്രവാളം. നമ്പർ 10, മൂന്നാമതൊരാൾ. VK പ്രകാശിന്റെ സംവിധാനത്തിൽ ഓഗസ്റ്റ് 2006 റിലീസായ മലയാളം ഹൊറർ ചിത്രമാണ് മൂന്നാമതൊരാൾ. ഡിജിറ്റൽ ഫോർമാറ്റിൽ നിർമ്മിച്ച മലയാളത്തിലെ ആദ്യത്തെ ചിത്രം എന്നുള്ള സവിശേഷതയും ഈ ചിത്രത്തിനുണ്ട്. ജയറാം, ജ്യോതിർമയി, സമൃദ്ധ സുനിൽ എന്നിവർ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിൽ 2 പെൺകുട്ടികൾ വിദൂരമായ ഒരു സ്ഥലത്ത് ഒരു കൊട്ടാരം വാടകയ്ക്കെടുക്കുകയും എന്നാൽ ആദ്യ ദിവസം തന്നെ അവർക്ക് അവിടെ നിന്നും അയൽപ്പക്കത്തു നിന്നും വളരെ വിചിത്രമായ അനുഭവങ്ങൾ നേരിടുകയും തുടർന്നുള്ള ദിവസങ്ങളിൽ അവർക്ക് അവിടെ ഒരു ഭയാനകമായ പ്രേതരൂപത്തെ കാണാൻ ഇടവരികയും തുടർന്നുണ്ടാകുന്ന സംഭവവികാസങ്ങളാണ് ചിത്രത്തിൻ്റെ ഇതിവൃത്തം. സിനിമയുടെ മധ്യഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ട്വിസ്റ്റ് നിലനിൽക്കുന്നത്. മലയാളി പ്രേക്ഷകർ ഉറപ്പായും കണ്ടിരിക്കേണ്ട ഒരു ഹൊറർ മൂവി തന്നെയാണിത്. നമ്പർ 9, അപരിചിതൻ. സഞ്ജീവ് ശിവൻ ആദ്യമായി മലയാളത്തിൽ സംവിധാനം ചെയ്ത് 2004 പുറത്തിറങ്ങിയ ഹൊറർ ചിത്രമാണ് അപരിചിതൻ. കാവ്യമാധവൻ, കാർത്തിക, മന്യ എന്നിവർ പ്രധാന വേഷങ്ങൾ അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഗസ്റ്റ് റോളാണ് മമ്മൂട്ടിക്ക് ഇതിലുള്ളത്. മലയാളത്തിൽ ആദ്യമായി ഓജോ ബോർഡിനെയും ആത്മീയതയും പറ്റി പ്രതിപാദിക്കുന്ന ചിത്രം കൂടിയാണിത്. അടുത്ത സുഹൃത്തുക്കളായ 3 കോളേജ് വിദ്യാർത്ഥിനികൾ ചോദ്യപേപ്പർ ചോരുന്നതുമായി ബന്ധപ്പെട്ട് കോളേജിൽ നിന്ന് പുറത്താവുകയും തുടർന്ന് വീട്ടിൽ കയറാനാകാതെ ഒളിച്ചു താമസിക്കാൻ ഒരുങ്ങുകയും ചെയ്യുന്നു. കൂട്ടുകാരിയുടെ കാമുകന്റെ സഹായത്താൽ കാട്ടിനുള്ളിൽ നെല്ലിയാമ്പതിയിൽ ഒരു ഗസ്റ്റ് ഹൗസ് ബംഗ്ലാവിൽ താമസിക്കാൻ ഒരുങ്ങുന്നു. യാത്രാമധ്യേ അവർ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറെ പരിചയപ്പെടുകയും തുടർന്നുണ്ടാവുന്ന സംഭവ വികാസങ്ങളുമാണ് ഈ ചിത്രത്തിന്റെ ഇതിവൃത്തം. മലയാളം ഹൊറർ മൂവി ഇൻഡസ്ട്രിക്ക് വളരെ വേറിട്ടൊരു സംഭാവന നൽകിയ ഈ ചിത്രം കണ്ടിരിക്കേണ്ട ഒന്ന് തന്നെയാണ്. വൻ വിജയങ്ങൾ കൊയ്യാൻ ഈ ചിത്രത്തിന് സാധിച്ചില്ലെങ്കിലും വളരെ തരക്കേടില്ലാത്തൊരു വിജയമായിരുന്നു ഈ ചിത്രം അക്കാലത്ത് നേടിയിരുന്നത്. നമ്പർ 8, ഇന്ദ്രിയം. ജോർജ് കിത്തുവിൻ്റെ സംവിധാനത്തിൽ 2000 പുറത്തിറങ്ങിയ മലയാളം ഹൊറർ ചിത്രമാണ് ഇന്ദ്രിയം. വാണി വിശ്വനാഥ്, ലെന, നിഷാന്ത് സാഗർ കൂടാതെ തമിഴ് നടൻ വിക്രം തുടങ്ങിയവർ ഇതിൽ പ്രധാന വേഷം ചെയ്തിരിക്കുന്നു. ഒരു കൂട്ടം കോളേജ് വിദ്യാർത്ഥിനികൾ തങ്ങളുടെ പ്രോജക്റ്റിന്റെ ഭാഗമായി മുതുവൻ മല സന്ദർശിക്കുകയും അവിടെ വെച്ച് ഒരു യക്ഷി അവരെല്ലാം ആക്രമിക്കുകയും ചെയ്യുന്നതാണ് കഥയുടെ ഇതിവൃത്തം. ചിത്രത്തിലെ DTS ശബ്ദ സമ്പ്രദായം വളരെയധികം പ്രശംസ പിടിച്ചു പറ്റിയിരുന്നു. അതുപോലെ തന്നെ ചിത്രത്തിൽ യക്ഷിയായി അഭിനയിച്ച വാണി വിശ്വനാഥിന്റെ കഥാപാത്രവും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ആ കാലഘട്ടത്തിലെ വളരെ മികച്ച ഒരു മലയാളം ഹൊറർ ചിത്രമായിരുന്നു ഇന്ദ്രിയം. ഇത് ഒരു ബോക്സ് ഓഫീസ് ഹിറ്റ് തന്നെയായിരുന്നു. നമ്പർ 7, ദ പ്രീസ്റ്റ്. നവാഗതനായ ജോഫിൻ ചാക്കോ കഥ എഴുതി സംവിധാനം ചെയ്ത മലയാളം മിസ്റ്റീരിയസ് ഹൊറർ ത്രില്ലർ ചിത്രമാണ് ദ പ്രീസ്റ്റ്. ഒരു പുരോഹിതന്റെ വേഷത്തിൽ മമ്മൂട്ടി നായകനാകുന്ന ഈ ചിത്രത്തിൽ മഞ്ജു വാര്യരാണ് നായിക. മമ്മൂട്ടിയും മഞ്ജു വാര്യറും ഒരുമിച്ച് അഭിനയിച്ച ആദ്യ മലയാള ചലച്ചിത്രം എന്നൊരു സവിശേഷത കൂടി ഈ ചിത്രത്തിനുണ്ട്. ബേബി മോണിക്കയുടെ അമേയ എന്ന കഥാപാത്രം ഈ ചിത്രത്തിന് വലിയൊരു ഇമ്പാക്റ്റ് ആണ് നൽകിയിരിക്കുന്നത്. ടെക്നിക്കലി ബ്രില്യൻ്റ് ആയ പശ്ചാത്തല സംഗീതവും എഡിറ്റിങ്ങും സൗണ്ട് എഫക്ട്സും ഒക്കെ ഈ ചിത്രത്തിന് എടുത്തു പറയേണ്ട സവിശേഷതകളാണ്. ഹൊറർ ഇമ്പാക്റ്റ് എന്നത് വളരെ സക്സസ്ഫുള്ളായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഈ സിനിമയ്ക്ക് ആയിട്ടുണ്ട്. തരക്കേടില്ലാത്ത ഒരു വിജയമായിരുന്നു ഈ സിനിമ തിയേറ്ററുകളിൽ നേടിയിരുന്നത്. നമ്പർ 6, ആകാശഗംഗ. സംവിധായകൻ വിനയന്റെ ഒരു മാസ്റ്റർ പീസ് ആയിരുന്നു 1999 റിലീസായ മലയാളം ഹൊറർ ചിത്രമാണ് ആകാശഗംഗ. മാണിക്കശ്ശേരി കുടുംബത്തിന്റെ ക്രൂരതയ്ക്ക് ഇരയായി കൊല്ലപ്പെടുന്ന അവിടുത്തെ ദാസിയായ ഗംഗ എന്ന പെൺകുട്ടി ഒരു യക്ഷിയായി പരിണമിക്കുന്നതും അവളുടെ പക തലമുറകളായി ആ കുടുംബത്തെ പിന്തുടരുന്നതുമാണ് സിനിമയുടെ ഇതിവൃത്തം. ദിവ്യ ഉണ്ണി, ജഗദീഷ് ശ്രീകുമാർ, സുകുമാരി തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിൽ ഈ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഭീകര രംഗങ്ങളും ശുദ്ധഹാസ്യം ഇടകലർത്തി നിർമ്മിച്ചിരിക്കുന്ന ഈ ചിത്രം അക്കാലത്ത് മലയാളത്തിലെ വലിയൊരു സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു. അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ വളരെ പേടിപ്പെടുത്തുന്ന ഒരു ചിത്രം കൂടിയായിരുന്നു ഇത്. നമ്പർ 5, ലിസ. 1978 ബേബി രചനയും സംവിധാനവും നിർവഹിച്ച മലയാളത്തിലെ ഏറ്റവും മികച്ച ഹൊറർ സംഗീത ചിത്രമാണ് ലിസ. പ്രേം നസീർ, ജയൻ, രവികുമാർ, കനകദുർഗ, സീമ, ജോസ് പ്രകാശ് എന്നിവർ ഈ ചിത്രത്തിൽ പ്രധാന വേഷം ചെയ്തിരിക്കുന്നു. ഷൈനസ് ഉള്ള ഒരു ഗ്രാമീണ പെൺകുട്ടി ജോലിക്കായി നഗരത്തിൽ വന്ന് താമസിക്കുകയും ഒരു രാത്രി ജോലി കഴിഞ്ഞ് തിരിച്ചു വരും വഴി അവളുടെ പുറത്ത് ഒരു പൂച്ചയുടെ രൂപത്തിൽ പ്രേതം പ്രവേശിക്കുകയും ചെയ്യുന്നു. തുടർന്ന് അവളുടെ സ്വഭാവത്തിലും പ്രകൃതത്തിലും ഒരുപാട് മാറ്റം വരികയും അവൾ ഒരു ആധുനിക നഗര പെൺകുട്ടിയായി മാറുന്നതും അവൾ നടത്തുന്ന കൊലപാതകങ്ങളുമാണ് സിനിമയുടെ ഇതിവൃത്തം. അക്കാലത്ത് വെള്ളിത്തിരയിൽ വലിയൊരു ഓളമാണ് ഈ ചിത്രം സൃഷ്ടിച്ചത്. 1988 ഈ ചിത്രം ഹിന്ദിയിലേക്ക് വോ ഫിർ ആയേഗി എന്ന പേരിൽ പുനർനിർമ്മിക്കുകയും ചെയ്തു. 100 ദിനങ്ങൾ തികച്ച ഈ ചിത്രം വലിയൊരു ഹിറ്റ് തന്നെയായിരുന്നു അക്കാലത്ത്.
നമ്പർ 4 ശ്രീകൃഷ്ണപരുന്ത്. PV തമ്പിയുടെ കൃഷ്ണപരുന്ത് എന്ന നോവലിനെ ആസ്പദമാക്കി 1984 A. വിൻസെന്റിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മലയാളം ഹൊറർ ചിത്രമാണ് ശ്രീകൃഷ്ണപരുന്ത്. മോഹൻലാൽ, ബാലൻ കെ നായർ, ജഗതി ശ്രീകുമാർ എന്നിവർ ഇതിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട്. തികഞ്ഞ തെമ്മാടിയായ കുമാരൻ തന്റെ പൂർവികരുടെ ആത്മാവിന്റെ നിർദ്ദേശത്താൽ ശക്തനായ ഒരു സന്യാസിയായി മാറുന്നതും തുടർന്ന് ദുഷ്ടശക്തികൾക്കും മന്ത്രവാദികൾക്കും പിശാചുകൾക്കുമെതിരെ വളരെ ശക്തമായി പോരാടുന്നതാണ് സിനിമയുടെ ഇതിവൃത്തം. ആ കാലഘട്ടത്തിലെ മോഹൻലാലിന്റെ വളരെ ശക്തമായ ഒരു കഥാപാത്രമായിരുന്നു ഇതിലെ കുമാരൻ. മോളിവുഡ് ബോക്സ് ഓഫീസിൽ ആ വർഷത്തെ ഏറ്റവും വലിയ വാണിജ്യ വിജയമായിരുന്നു ഈ ചിത്രം. തീർച്ചയായും നിങ്ങൾ ഒരു തവണയെങ്കിലും കണ്ടിരിക്കേണ്ട സിനിമ തന്നെയാണ് ശ്രീകൃഷ്ണപരുന്ത്. നമ്പർ 3 എസ്ര. JK രചനയിലും സംവിധാനത്തിലും 2017 ഫെബ്രുവരിയിൽ പുറത്തിറങ്ങിയ മലയാളം ഹൊറർ ത്രില്ലർ ചിത്രമാണ് എസ്ര. പൃഥ്വിരാജ് സുകുമാരൻ, പ്രിയ ആനന്ദ് എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നു. നവദമ്പതികളായ രഞ്ജനും പ്രിയയും കൊച്ചിയിലേക്ക് താമസം മാറുകയും ഒരു ആന്റീക് ഷോപ്പിൽ നിന്നും പ്രിയ ഒരു ജൂത പെട്ടി വാങ്ങുകയും ചെയ്യുന്നു. എന്നാൽ അത് തുറക്കുന്ന സമയത്ത് അതിനുള്ളിലുള്ള ആത്മാവ് പ്രിയയെ പിടികൂടുന്നു. പിന്നീട് ആ പെട്ടി ഒരു സാധാരണ പെട്ടിയല്ലെന്നും വളരെ പൈശാചികമായ ആത്മാവ് ഉൾക്കൊള്ളുന്ന ടിബുക്ക് ബോക്സ് ആണെന്നും മനസ്സിലാകുന്നു. ആ ദുഷ്ട ആത്മാവിൽ നിന്നും രഞ്ജൻ തൻ്റെ ഭാര്യയെ എങ്ങനെ രക്ഷിക്കുന്നു എന്നുള്ളതാണ് ചിത്രത്തിൻ്റെ ഉള്ളടക്കം. അവതരണ ശൈലി കൊണ്ടും സാങ്കേതിക മികവ് കൊണ്ടും ഹോളിവുഡ് ചിത്രങ്ങളോട് കടപിടിക്കാൻ തക്ക രീതിയിലാണ് ഇതിൻ്റെ ഓരോ രംഗങ്ങളും ചിത്രീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തിയേറ്ററുകളിൽ ഈ ചിത്രം വലിയൊരു വിജയം തന്നെയായിരുന്നു. നമ്പർ 2 വിന്റർ. ദീപു കരുണാകരന്റെ സംവിധാനത്തിൽ 2009 ജൂലൈയിൽ തിയേറ്ററിലെത്തിയ മലയാള ചലച്ചിത്രമാണ് വിന്റർ. മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ഹൊറർ ത്രില്ലർ ആയിട്ടാണ് ഈ ചിത്രത്തെ കണക്കാക്കപ്പെടുന്നത്. ജയറാം, ഭാവന എന്നിവർ ഈ ചിത്രത്തിൽ പ്രധാന വേഷം ചെയ്തിരിക്കുന്നു. ചിത്രത്തിന്റെ തുടക്കത്തിൽ ഹൈദരാബാദിലെ ഒരു പ്രാന്തപ്രദേശത്തുള്ള ഒരു ഗ്രാമത്തിൽ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അതിക്രൂരമായി കൊല ചെയ്യപ്പെടുന്ന ഒരു സൈക്കോ കില്ലർ പോലീസ് പിടികൂടാനുള്ള ശ്രമത്തിനിടയിൽ കൊല്ലപ്പെടുന്നു. ഒരു വർഷത്തിനിപ്പുറം ഡോക്ടർ രാംദാസും തന്റെ ഭാര്യ ശ്യാമയും തങ്ങളുടെ മകളുടെ ചികിത്സയുടെ പുരോഗതിക്കായി ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരം സിറ്റിയിൽ നിന്നും താമസം ഒരു ഗ്രാമപ്രദേശത്തേക്ക് മാറുന്നു. ദൗർഭാഗ്യവശാൽ അവർ താമസം മാറുന്ന ആ വീട് നേരത്തെ പറഞ്ഞ ആ സൈക്കോ കില്ലറുടെ വീടാണെന്ന് അവർ അറിയുന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ ഭാര്യ ശ്യാമയ്ക്കും കുട്ടികൾക്കും ആ വീട്ടിൽ നിന്നും വിചിത്രമായ അനുഭവങ്ങൾ നേരിടുന്നു. ഗ്രാമവാസികളും വീട്ടിലെ ജോലിക്കാരൻ ഉൾപ്പെടെ പറഞ്ഞ ഈ വീട്ടിലെ പ്രേതബാധയുണ്ടെന്നുള്ള കാര്യം സത്യമാണെന്ന് അവർക്കും ബോധ്യമാകുന്നു. എന്നാൽ രാംദാസ് ആദ്യം ഇതെല്ലാം തള്ളിക്കളഞ്ഞെങ്കിലും വിചിത്രമായ അനുഭവങ്ങൾ അയാൾക്കും ഉണ്ടാകുന്നതോടുകൂടി വിന്ററിന്റെ കഥ തുടങ്ങുന്നു. ഫൈനലി നമ്പർ 1 ഭൂതകാലം. ഷെയ്ൻ നിഗവും രേവതിയും അഭിനയിച്ച രാഹുൽ സദാശിവൻ രചനയും സംവിധാനവും നിർവഹിച്ച് 2022 പുറത്തിറങ്ങിയ മലയാള ഭാഷാ ഹൊറർ ചിത്രമാണ് ഭൂതകാലം. 1973 പുറത്തിറങ്ങിയ എക്സ്ട്രോസിസ്റ്റിന് ശേഷം ഭൂതകാലത്തേക്കാൾ റിയലിസ്റ്റിക് ആയ ഒരു ഹൊറർ ഫിലിം താൻ കണ്ടിട്ടില്ലെന്നാണ് പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവായ രാം ഗോപാൽ വർമ്മ അഭിപ്രായപ്പെട്ടത്. 2022 ജനുവരി 21 സോണി ലൈവിലൂടെയാണ് ഇതിന്റെ പ്രീമിയർ പ്രദർശനം നടന്നത്. അമ്മയും മകനും ചേർന്ന് പ്രായമായ മുത്തശ്ശിയെ പരിചരിക്കുന്ന ഇരുണ്ട വീട്ടിൽ നിന്നാണ് ഭൂതകാലത്തിന്റെ കഥ തുടങ്ങുന്നത്. അമ്മയ്ക്ക് വേണ്ടി മനസ്സിലാ മനസ്സോടെ ജോലിക്ക് പോകുന്ന മകനും അവർക്കിടയിൽ ഉണ്ടാവുന്ന അരക്ഷിതാവസ്ഥയും മാനസിക സമ്മർദ്ദങ്ങളും വളരെ മനോഹരമായിട്ടാണ് ഈ ചിത്രത്തിലൂടെ തുറന്നു കാണിക്കുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായി ആ വീട്ടിൽ നടക്കുന്ന വിചിത്ര സംഭവങ്ങൾ മകന്റെ ശ്രദ്ധയിൽപ്പെട്ടു തുടങ്ങുന്നു. അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളുടെ തുടർച്ചയാണ് സിനിമയുടെ ഉള്ളടക്കം. ഷെയ്ൻ നിഗം, രേവതി എന്നിവരുടെ ഗംഭീര പെർഫോമൻസ് ഈ ചിത്രത്തിന്റെ വിജയത്തിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. എല്ലാ അർത്ഥത്തിലും വളരെ മുന്നിട്ട് നിൽക്കുന്ന ഈ ചിത്രം ഉറപ്പായും നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒന്ന് തന്നെയാണ്. മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഹൊറർ സിനിമയായിട്ടാണ് ഭൂതകാലത്തെ കണക്കാക്കപ്പെടുന്നത്. ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളതല്ലാതെ മറ്റേതെങ്കിലും ചിത്രം നിങ്ങളുടെ അഭിപ്രായത്തിലുണ്ടെങ്കിൽ ഉറപ്പായും അത് കമൻറ്റായി മെൻഷൻ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണുന്നവരെ ഗുഡ് ബൈ.